ഹായ്, ഇന്നത്തെ ഒരു ചെറിയ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ സമയം 7:30 ആയിട്ടുണ്ട്. താഴത്ത് നമ്മുടെ ഓണറെ കുട്ടീനെ സ്കൂളിൽ കൊണ്ടുവേണ്ടിയിട്ട് ഓട്ടോ വന്നതാണ്. ഓണറെ ഞാൻ ബയ്യാന്നാ വിളിക്കില്ല, എനിക്ക് പേരൊന്നും അറിഞ്ഞൂടാ. രാത്രി ഒരു 8:30 ആകുമ്പോൾ എല്ലാം കുടിവെള്ളം വരും. ആ സമയത്ത് മാത്രമേ ഞാൻ ബയ്യാന്ന് വിളിക്കലുള്ളൂ. പയ്യ പാനി യോഗയ ടീക്ക എന്ന് പറയാൻ മാത്രമേ ഞാൻ വിളിക്കലുള്ളൂ. അതുകൊണ്ട് എനിക്ക് പേരൊന്നും അറിയില്ല. ഏട്ടനപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ 6:30 ആകുമ്പോൾ വന്നിന്. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കിടന്ന് കുറച്ച് നേരം എന്തെല്ലോ വർത്തമാനമെല്ലാം പറഞ്ഞ് 7:30 ആകുമ്പം പാല് വരും. പാൽക്കാരൻ ഇവിടെ കൊണ്ടുതരും പാല്. പിന്നെ ഇപ്പോൾ കാണിച്ചത് വെണ്ണയാണ്, ഞാൻ വീട്ടിലുണ്ടാക്കിയ വെണ്ണയാണ്. അത് നെയ്യാക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചതല്ല, ജസ്റ്റ് നല്ല തണുപ്പായതുകൊണ്ട് കാലും മുഖം കൈയെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ ചൊറിയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇടയ്ക്ക് തോന്നുമ്പോഴെല്ലാം എടുത്തിട്ട് ഞാൻ കാലിനും കൈക്കും മുഖത്തെല്ലാം തേക്കും. അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച എണ്ണയാണ് അതിങ്ങനെ ഡെയിലി വെള്ളം മാറ്റും. പിന്നെ ഇത് ഇന്നലത്തെ പാലേനും. അപ്പോൾ ഞാനത് പാൽപ്പാട ഞാൻ മാറ്റി വെക്കലുണ്ട്. ഇപ്പം കാണിച്ച പാൽപ്പാട ഒരു 3-4 ദിവസം കൊണ്ട് നിറച്ച് വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഉള്ളിത്തണ്ട്, മുളച്ച ഉള്ളിയും ഉള്ളി വറുക്കാൻ വേണ്ടിയിട്ട്, ഉള്ളിത്തണ്ട് വറുക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ഉള്ളിത്തണ്ടെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കും. കുറച്ച് നേരമല്ല, 2-3 ദിവസം വെള്ളത്തിലിട്ട് വെക്കും. വെള്ളം മാറ്റും, ദിവസം ഡെയിലി വെള്ളം മാറ്റും. അതുപോലെ കഞ്ഞി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. തലയിൽ മൊത്തം താരനായിട്ടുള്ള ഡ്രൈ ആയതുകൊണ്ട്, തണുപ്പായതുകൊണ്ട് ഡ്രൈ ആയതുകൊണ്ട് ഡെയിലി കുളിച്ചാലും തലയിൽ താരം വരും. പിന്നെ ഞാൻ തല അങ്ങനെ ഡെയിലി കുളിക്കലും ഇല്ല, ഓരോ ദിവസം ഇടവിട്ടിട്ട് മാത്രമേ തല കുളിക്കലുള്ളൂ. അതിന് വേണ്ടി ഞാൻ കഞ്ഞി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഉള്ളിത്തണ്ടെല്ലാം മാറ്റി നടണം. അങ്ങനെ ഇന്നലെ രാത്രി കാച്ചി വെച്ച പാൽപ്പാടെല്ലാം കളഞ്ഞിട്ട് ഒന്നും കൂടി രാവിലെ കാച്ചി വെച്ചിട്ട് ഒരു കഷ്ണവും കൽക്കണ്ടവും കൂടി ഇട്ടിട്ട് മോന് കുടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഓന് ഡെയിലി പാല് കൊടുക്കും. നമ്മളിവിടെ വന്ന സമയത്ത് ഓന് പാല് കൊടുക്കുമ്പോൾ ഓന് ഇഷ്ടമല്ലേനു. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഗ്ലാസ് പാല് ഡെയിലി ഓനിപ്പോൾ കുടിക്കുന്നുണ്ട്. അങ്ങനെ അത് പാല് ഓൻ കുടിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് തണിയാൻ വേണ്ടിയിട്ട് കൽക്കണ്ടം മാത്രം ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചായക്ക് വേണ്ടിയിട്ട് ഓറോട്ടി ആക്കാമെന്ന് വെച്ച്, ഗോതമ്പ് റോട്ടി. അത് ഉള്ളി മാത്രം ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ടാകുമ്പോൾ ഓനധികം കഴിക്കില്ല. അതുകൊണ്ട് ഉള്ളിയും ഉപ്പുവെള്ളം കൂടി കൂട്ടിയിട്ട് കുഴച്ചെടുത്തിട്ട് കല്ലിൽ പരത്തിയിട്ടുണ്ട്. ഓൻ കഴിക്കും. ഓനിപ്പോൾ അത് പ്രശ്നമല്ല. ഓൻ ദോശ, റൊട്ടി ഇതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കും. നെയ്യ് കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് ഓന്. ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനത്തത് കൂട്ടാണ്ട് വീട്ടിലാക്കിയ നെയ്യായതുകൊണ്ട് തന്നെ ഓൻ കഴിക്കുന്ന സാധനങ്ങളിലെല്ലാം, അത്യാവശ്യ സാധനങ്ങളിൽ ഞാൻ നെയ്യ് കൂട്ടലുണ്ട്. അങ്ങനെ 3-4 ഒറോട്ടി ചുട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും മുളക് ഇട്ടിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം മുറിച്ചിട്ടിട്ടുണ്ടേനു. കടുക്, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇട്ട് നല്ലോണം വാട്ടി എടുത്തിട്ടുണ്ട്. കുറച്ചധികം ഉപ്പിട്ടിട്ട് നല്ലോണം വാടി കഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട്, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അല്ലാണ്ട് ഫസ്റ്റ് തന്നെ പുളിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ അപ്പുറത്തെ അതിൻ്റെ കൂടെ തന്നെ ആ സമയം കൂടി ഞാൻ ചായ വെച്ചിട്ടുണ്ടേനു. ചില സമയം ഗ്രീൻ ടീ വെക്കും, ചില സമയം ചായ വെക്കും, പഞ്ചസാര ഇടാണ്ട് വെക്കും. ചില സമയം തലവേദനയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കും. നമ്മൾ നാട്ടിൽ പോയിട്ട് വന്ന സമയത്ത് തന്നെ 1 മാസത്തോളം പഞ്ചസാര കട്ട് ചെയ്തിനു, വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചിട്ട്. പക്ഷേ എനിക്ക് തലവേദനയിൽ ഉണ്ടാകുന്ന സമയത്ത് നല്ല കടുപ്പത്തിൽ പഞ്ചസാര ഇട്ടിട്ട് ചായ കുടിക്കുമ്പോൾ വായ മുതൽ കുടൽ വരെ ഇങ്ങനെ അറിയും അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇതുപോലെ തന്നെ പഞ്ചസാരയും കട്ട് ചെയ്ത് ഫുഡും കൺട്രോൾ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ 2 ആഴ്ച കൊണ്ട് 5 കിലോയോളം കുറച്ചിട്ടുണ്ടേനു. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറഞ്ഞപ്പോൾ കാല് വേദനയും നടുവേദനയുണ്ടായിരുന്നു, നല്ല നടുവേദനയും കാലിൻ്റെ ഉപ്പൂറ്റി വേദന, മടമ്പ് വേദനയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം പോയി കുറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് കുറക്കാൻ വേണ്ടി ഡോക്ടറിനോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ വെയിറ്റ് കുറക്കാൻ എക്സസൈസ് ചെയ്യാനെല്ലാം മടിയായതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്ത് ചെറിയ ചെറിയ എക്സസൈസ് എല്ലാം ചെയ്തുകൊണ്ട് 5 കിലോയോളം കുറഞ്ഞ്. ഇതിനെല്ലാം ഇടയ്ക്ക് നമ്മൾ താരം വന്നിട്ട് ബ്രഷ് വേണം, പേസ്റ്റ് വേണം എന്നും പറഞ്ഞിട്ട് ബ്രഷും പേസ്റ്റും വാങ്ങിയിട്ട് പോയിട്ട് കുളിമുറിയിൽ എന്തെല്ലോ ഒപ്പിക്കുന്നുണ്ടേനു. മെല്ലെ പോയി നോക്കുമ്പോൾ തന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് പല കളിയും കളിക്കുന്നുണ്ട്. പുരികത്തിനെ കൊണ്ട് ഇപ്പോൾ ഒരു കളിയുണ്ട് കളിക്കാൻ. പുരികം പൊന്തിച്ചിട്ട് അത് നമ്മൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മൈൻഡാക്കുന്നില്ല എന്നുള്ള കാണുമ്പോൾ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് അത്. വെള്ളത്തിൽ നിന്നെല്ലാം കളിക്കുന്ന പ്ലാൻ ആയതുകൊണ്ട് ഞാനപ്പോൾ 2 കൂട്ടം കൂടിയിട്ട് ബ്രഷും വാങ്ങി വെച്ച്. അപ്പോൾ അത് പരാതി പറയാൻ വേണ്ടി അച്ഛനടുത്ത് പോയതിനു. ഏട്ടൻ രാവിലെ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് ഉറങ്ങുന്നതിനും ഇപ്പം പല പ്രാവശ്യം കുത്തിപ്പൊന്തിക്കുന്നുണ്ട് എണീക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. അച്ഛാ ചായ കുടിക്കാൻ വാ, അമ്മ വിളിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏട്ടനെ കുത്തിപ്പൊന്തിച്ച് എണീപ്പിച്ചിട്ട് രണ്ടാളും കൂടി ചായ കുടിക്കാൻ വരുന്നുണ്ട്.
അങ്ങനെ ഓനെ എഴുന്നേൽപ്പിച്ചിട്ട് ഓനൊരു ബനിയൻ ഇട്ട് കൊടുത്ത് ബനിയൻ ഇട്ട് കൊടുത്തിട്ട് ഓനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്, ഡോറ വെച്ച് കൊടുത്തിട്ടുണ്ടേനു. എന്നിട്ട് ഏട്ടന് ചായ കൊടുത്ത്, ഏട്ടന് ചായ കൊടുത്തിട്ട് ഏട്ടൻ അപ്പുറത്തേക്ക് പോയിട്ട് ചായ കുടിക്കുന്നുണ്ട്. ഇവന് ഈ റൂമിൽ ഡോറ കണ്ടുകൊണ്ട് ആ കുഞ്ഞി കസേരയിൽ ഇരുന്നിട്ട് കഴിച്ചോളൂ. അതുകൊണ്ട് ഞാൻ ഓന് കൊടുക്കേണ്ടിയിട്ട് കസേരയിൽ ഇരുത്തിയിട്ട് ഓരോട്ടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേനു. അപ്പോൾ മെല്ലനെ അത് തിന്നുന്നുണ്ട്. ആദ്യം വലിയ ജാടയെല്ലാം ഇട്ടിട്ട് കളിക്കും, ഇഷ്ടമല്ലാത്ത പോലെ കളിക്കും. പക്ഷേ കഴിക്കും, മെല്ലനെ കഴിക്കും. അതും കുറച്ചേ കഴിക്കൂ. യമ്മി യമ്മി എന്ന് പറഞ്ഞിട്ട് കഴിച്ചോളൂ. ചൂടുവെള്ളം കിട്ടിയാലും പച്ചവെള്ളം കിട്ടിയാലും യമ്മി യമ്മി എന്ന് പറഞ്ഞിട്ട് അതങ്ങ് അകത്തായിക്കോളൂ. അങ്ങനെ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള ചോറും കറിയും എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഇന്നലെ കൊണ്ടുവന്ന ലൗക്കി എടുത്തിനേനു. ലൗക്കി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടെല്ലാം വൃത്തിയാക്കി എടുത്ത്. ഇത് ഞാൻ ഇതുവരെ കൂട്ടിയിട്ടില്ല, എന്നാന്നും കൂടി എനിക്ക് അറിയില്ലേനു. അപ്പോൾ ഇതിൻ്റെ പേര് ലോക്കി എന്നാണ് തന്നെ ഏട്ടൻ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. ലോക്കീനെ കൊണ്ട് കറിയും വെച്ച് വറവുമാക്കി ഓലനും വെച്ച് ഇതിൻ്റെ തൊലി ഇങ്ങനെ ചെത്തിയെടുക്കണം എന്ന് ഞാനത് വിചാരിച്ചത്. പിന്നെ അത് ചിരണ്ടിയപ്പോൾ അതങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ വെച്ച് ചിരണ്ടിട്ട് തന്നെ അതിൻ്റെ കറിയെല്ലാം കളയാമെന്ന് വെച്ച് അങ്ങനെ അതിൻ്റെ കറിയെല്ലാം കളഞ്ഞിട്ട് വറക്കാനും എടുത്ത് കറി വെക്കുകയും ചെയ്ത്. സാധാരണ വെള്ളരിക്ക വെക്കുന്ന പോലെ പരിപ്പ് ഇട്ടിട്ട് വെച്ച്, അതുപോലെ തന്നെ സാധാരണ വറുക്കുന്ന പോലെ തന്നെ തേങ്ങയും ഉള്ളിയെല്ലാം ഇട്ടിട്ട് വറുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകിച്ച് ഇനി മസാല ഒന്നും കൂട്ടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് വെക്കുന്ന പോലെ തന്നെ വെക്കുക ഇതിന്. ഇനി വേറെ എന്തെങ്കിലും ആയിട്ട് വെക്കണ്ടെങ്കിൽ ഇതുപോലെ യൂട്യൂബിൽ നോക്കിയിട്ട് അതുപോലെ വെക്കാമെന്ന് വിചാരിച്ച് തൽക്കാലം പെട്ടെന്ന് ഞാൻ തട്ടിക്കൂട്ടി വെച്ചതേ ഉള്ളൂ. ആദ്യം ഞാൻ ഓലനാക്കി, ആ ഓലനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ കുക്കറിൽ തന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് ചോറ് വെന്തിട്ടുണ്ടെങ്കിലും ചോറ് വന്നിട്ട് ഞാനത് ചോറ് വാർത്ത് ലൗക്കിയും പരിപ്പും കൂടി കൂട്ടിയിട്ടാണ് കറി വെക്കുന്നത്. ഇവിടെ നമ്മൾ പച്ചക്കറി തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മളോട് നോൺ വെജ് ഇവിടെ വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞേനു. ഇവിടെ നമ്മൾ പച്ചക്കറി വെക്കും. അഥവാ നമുക്ക് നോൺ വെജ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കഴിക്കലാന്ന്. ഇതുവരെ ഇവിടെ നോൺ വെജ് ആയിട്ട് വെച്ചിട്ടില്ല. 2-3 കൊല്ലം കൂടി ഇവിടെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ റൂം മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോൺ വെജ് ഇതുപോലെ വെച്ചിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എപ്പം പച്ചക്കറി ആയിട്ട് ഞാൻ നിൽക്കേണ്ടി വരും. റൂം മാറണം. അതിൻ്റെ കൂടെ 2 പപ്പടം കൂടി വാട്ടിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.